ഷെമിയുടെ വാക്കുകൾ തന്നെ കേട്ടിട്ടുണ്ടോ? അതെ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ആ വാക്കുകളിൽ? ഇല്ല മീര അത് ശ്രദ്ധിച്ചില്ല. മീരയും കണ്ടില്ല ഇന്ന് രാവിലെ ഒരു ചാനലിൻ്റെ പിന്നെ ഹെഡിനോട് അവർ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അത് മുഴുവൻ കള്ളമാണ് പറയുന്നതെന്ന്. അവർ ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക്, തെളിവെടുപ്പിനായി 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് പോലീസ് അഫാനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഫാനുമായി തെളിവെടുപ്പ് തുടരുകയാണ് പോലീസ്. അഫാൻ പറയുന്നത് എന്താണ്? ഞാൻ എല്ലാവരെയും തലക്കടിച്ച് കൊന്നതാണ്, സാമ്പത്തിക പ്രശ്നം മൂലം ഉമ്മയെ വരെ ഞാനാണ് ഉപദ്രവിച്ചത് എന്നാ 23-കാരനായ കൊടും ക്രിമിനൽ പറയുന്നുണ്ട്. അത് ചെയ്യാനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നത്, സുഹൃത്ത് 1 മാസം മുമ്പ് വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന തൻ്റെ സുഹൃത്ത് തല മരത്തിലിടിച്ച് മരണപ്പെട്ടു. ചോര ഒലിച്ചാണ് മരിച്ചത്. അപ്പോൾ അങ്ങനെ തലയിൽ വലിയ ആഘാതമേറ്റാൽ മരണപ്പെടും എന്ന് തനിക്ക് അതിലൂടെ മനസ്സിലായി. ആ സുഹൃത്തിൻ്റെ മരണത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഈ 5 പേരെയും തലക്കടിച്ച് കൊല്ലാൻ കാരണമെന്ന് ഒരു കൂസലുമില്ലാതെ പറയുകയാണ്. അവിടെയാണ് ഉമ്മ പറയുന്നത്, ഉമ്മയെ ഉപദ്രവിച്ചത് മകനല്ല, ഉമ്മയെ ഉപദ്രവിച്ചത് ഉമ്മ കട്ടിലിൽ നിന്ന് താഴെ വീണ് പരിക്ക് പറ്റിയതാണ്. പക്ഷെ താഴെ വീണ് പരിക്ക് പറ്റുമ്പോൾ എങ്ങനെയാണ്? കണ്ണിന് താഴെ 13 സ്റ്റിച്ച്, കവളിൽ വളരെ മാരകമായ മുറിവുകളുണ്ട്, വായിൽ വാ തുറന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ്. സംസാരം വ്യക്തമല്ലല്ലോ. അല്ല, വ്യക്തമല്ല. 17 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞിട്ടാണ് അവർ കെയർ ഹോമിലേക്ക് വന്നത്. കാരണം കെയർ ചെല്ലാൻ അവർക്ക് ഒരിടമില്ല. എന്നിട്ടും അവർ പറയുന്നു 5 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ, 5 പേരെ അതിദാരുണമായി ഇല്ലാതാക്കിയ, സ്വന്തം സഹോദരനെ ആഹാരം വാങ്ങി കൊടുത്തിട്ട് അതിനെ കഴിക്കാൻ പോലും അനുവദിക്കാതെ അതിന് മുൻപ് തീർത്ത് കളഞ്ഞ മൂത്ത മകനെ എനിക്ക് തിരിച്ചു വേണം, അവനെ ഇറക്കിത്താ സാറേ എന്നാണ് ആ ഉമ്മ പറയുന്ന വാക്കുകൾ. നമുക്കൊന്ന് കേൾപ്പിക്കാം. അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം, എങ്ങനെയെങ്കിലും അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കേട്ട് കാണുമല്ലോ, പ്രേക്ഷകരും കൂടെ കേൾക്കട്ടെ എന്താണ് അവർ പറയുന്നതെന്ന്. പക്ഷേ സത്യത്തിൽ അത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഞെട്ടൽ ഉണ്ടാകുന്നു മീര. കാരണം ഇളയ മകൻ അത്രയും കൊന്നു. അതാണ് ഫസ്റ്റ് എല്ലാവരും ഈ ഒരു ഉമ്മ കട്ടിൽ നിന്ന് വീണത്. ഷെമി സമ്മതിക്കുന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റ് അമ്മ എന്നുള്ളത് ആ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ട് തന്നെയാണ് അവരെ വിശേഷിപ്പിച്ചത്. പക്ഷെ ഇപ്പം അത് കേൾക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു മകൻ, ഇളയ മകനെ മൂത്ത മകൻ കൊന്നു, എന്നിട്ടും പറയുന്നത് മകനെ തിരിച്ചു തരണം, വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നതിൽ അതെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് അവർക്കെതിരെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ഇവർ ഈ കള്ളം പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. എന്തിനു വേണ്ടി? ആരെ രക്ഷിക്കാൻ വേണ്ടി? സ്വയം രക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനോ? എന്തിനു വേണ്ടിയാണ്? ഇതിപ്പോൾ ഒരു ചാനലിൻ്റെ താഴെ ഭാഗത്ത് വന്ന കമൻറ്റുകൾ ചിലത് നമുക്കൊന്ന് വായിക്കാം. ഇവരുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. വീട് കിട്ടാനും കടം വീട്ടാനും എല്ലാവരുടെയും പരിഗണന കിട്ടാനും പെറോട്ടയും ബീഫും എപ്പോഴും കഴിക്കാനും ഒരു 5 പേരെങ്കിലും ചുമ്മാ കൊല്ലുക. വളരെ നല്ല സന്ദേശം, നല്ല മോട്ടിവേഷൻ. ഇവർക്ക് പറയുന്നതാണ്. ഒരു മീഡിയക്കാരെയും അടുപ്പിക്കരുത് എന്ന് ചിലർ കൂട്ടർ പറയുന്നുണ്ട്. ഈ വീട് ഞങ്ങൾക്ക് തന്നിരുന്നതിൽ പുണ്യം കിട്ടിയാൽ 7 വർഷമായി വാടകയ്ക്ക് മകനെ സേവാക്കാൻ നോക്കുന്ന ഇവർക്ക് ഇനി വീടിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു. ആ പാവം മനുഷ്യൻ പിതാവ്. ഇവർക്കെല്ലാം ഓർമ്മയുണ്ട്. ഒരു മോൻ മരിച്ചു, അടുത്ത മോൻ എനിക്ക് രക്ഷപ്പെടുത്താനുള്ള ഐഡിയയാണ്. തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ഇവർക്കറിയാം എല്ലാ സത്യവും, അതൊക്കെ പുറത്തു വരുമോ എന്നുള്ള ഭയമാണ്. ഇത് പുതുതലമുറയ്ക്കൊരു പ്രോത്സാഹനമാകട്ടെ. എല്ലാ മക്കളും ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഇതുപോലെ വീട് കൊടുത്താൽ മതി. അതായത് ഒരു ചാനൽ ഇവർക്ക് വീട് കൊടുത്തു. അതിനുമായി ബന്ധപ്പെട്ടതാണ്. പലരും പറയുന്നുണ്ട് മകൻ ചെയ്ത കുറ്റം മറച്ചു പിടിക്കുന്ന ഇവർക്കാണോ വീട് 1ാം സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നു എന്നും ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കിടക്കുന്ന ഏതൊരു സ്ത്രീയോടും കണ്ടാൽ വിഷമം തോന്നും. പക്ഷേ ഇവരെ കാണുമ്പോൾ തോന്നുന്നില്ല. റഹീം പാവമാണ്, പക്ഷേ ഈ സ്ത്രീയുടെ കയ്യിലിരിപ്പാണ് ഇതുവരെ എത്തിച്ചത് എന്നാണ് തോന്നുന്നത്. ഇവരുടെ മകൻ ജയിലിൽ ഇറങ്ങുമ്പോൾ ഇവരുടെ കാലശേഷം അവനുള്ളതാകും ഈ കൊടുക്കുന്ന വീട്. എന്തൊരു വിരോധാഭാസം! ഒരു തെറ്റായ സന്ദേശം ജനങ്ങളിൽ ഉണ്ടാകും. എൻ്റെ വീടിൻ്റെ അടുത്ത് വീട് ജപ്തി ചെയ്തു. 2 പെൺകുട്ടികളുള്ള ഒരു കുടുംബം വീടിൻ്റെ വെളിയിൽ ഒരു കെട്ടുറപ്പുമില്ലാത്ത വീട്ടിൽ താമസിക്കുന്നു. ഇങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് നിങ്ങൾ സഹായം ചെയ്യുക. അല്ലാതെ ലോകമറിഞ്ഞ ഇത്രയും ക്രൂരത ചെയ്ത മകൻ ഇത്രയും വലിയ ക്രൂരത ചെയ്തു, ആ ഉമ്മ ഇനിയും കള്ളം മാത്രം പറയുന്നു. ഇങ്ങനെ
അവർക്കെതിരെയാണ് നമ്മളിപ്പോൾ ഒരു മകൻ ഈ വലിയ കൊടുങ്കുറ്റം, നമുക്ക് ആ പിതാവിനോട് വല്ലാത്തൊരു അനുകമ്പയാണ് അല്ലെ. നമ്മൾ ആ പിതാവ് ഇപ്പോൾ പെരുവഴിയിലാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നട റോഡിലാണ് ആ പിതാവ് നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് ഉമ്മ പറയുന്നത് 5 പേരെ തീർത്ത എൻ്റെ മകനെ എങ്ങനെയെങ്കിലും കൊണ്ട് താ സാർ, എൻ്റെ ഇളയ മകനെ പോയി മൂത്ത മകന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് അവനെ വേണം, അവനെ സാർ എങ്ങനെയെങ്കിലും തിരിച്ചുതാ, അവനെ ആരെയും കൊല്ലാൻ കഴിയില്ല, അവൻ എന്നെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതല്ല, ഞാനായിട്ട് കട്ടിൽ നിന്ന് വീണതാണ്. ഈ അമ്മയും മകനും പ്ലാൻ ചെയ്താണ് ഈ സംഭവങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ പ്ലാൻ ചെയ്ത 2 പേരും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിരോധാഭാസം ഇല്ലേ. ടാർഗറ്റ് പൂർത്തിയായിട്ടുണ്ടാവില്ല സത്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം 3 പേരെ കൂടി കൊല്ലണം എന്ന് തീർക്കണമെന്ന് ഈ അഫാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 പേരും പുറത്താണ്. ആ 3 പേരും ഈ വാർത്ത കാണണമെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ ഈ ഉമ്മ പറയുന്നതനുസരിച്ച് കൃത്യമായ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ, കാരണം നമുക്കറിയാം ഇത്ര വലിയ കൊലപാതകങ്ങൾ മറ്റാരെങ്കിലും നടത്തിയാൽ, മറ്റേതെങ്കിലും സമുദായത്തിലുള്ളവർ, അങ്ങനെ തന്നെ പറയാം, മറ്റേതെങ്കിലും സമുദായത്തിലുള്ളവർ നടത്തിയാൽ ഇവരൊക്കെ ഈ മൈക്കും കൊണ്ട് വീടും വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവരുടെയൊക്കെ വീട്ടിൽ കയറി ചെല്ലുമോ? എനിക്കറിയില്ല അവരുടെയൊക്കെ വീട്ടിൽ കയറി ചെല്ലുമോ എന്ന്. ഞാൻ കണ്ടിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. ഇപ്പോൾ അമ്മ പറയുന്നത് മുഴുവൻ കള്ളമാണ്. വില്ലത്തി അമ്മയാണോ എന്ന് ചോദിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകരും ഇല്ല. അത്രത്തോളം അമ്മയെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലാണ്. പക്ഷേ ഞാനിപ്പോഴും ആ പിതാവിൻ്റെ കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ പിതാവ് ചെയ്ത തെറ്റെന്താണ്? ജീവിതകാലം മുഴുവൻ അന്യനാട്ടിൽ ചെന്ന് കിടന്ന ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ടു മനുഷ്യൻ. അതിനുശേഷം ട്രാവൽ ബാൻ മൂലം നാട്ടിൽ വരാതെ 7 വർഷമാണ് അദ്ദേഹം ആ പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ചത്. ഒറ്റപ്പെട്ട് അദ്ദേഹം ജീവിച്ചത്. എന്നിട്ടും ആ സമയത്ത് വീട്ടിലേക്ക് അദ്ദേഹം പണം അയച്ചു കൊടുക്കുമായിരുന്നു. വാട്സപ്പുകളിൽ ഭാര്യ മക്കളെ വിളിക്കുമായിരുന്നു, വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. 27 വയസ്സാവട്ടെ, കല്യാണം കഴിച്ച് തരാം എന്ന് അദ്ദേഹം പറയും. നീ ആദ്യം ഒരു ജോലി വാങ്ങ്. ഈ 65 ലക്ഷം രൂപയൊക്കെ കടം വന്നത് എങ്ങനെയാണ്? ഈ മകനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാരുടെ വാക്കുകളൊക്കെ മുൻപും വന്നിട്ടുണ്ട്. അതെ അതെ, ധാരാളിത്തമാണ്, ഓവർ ചെലവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, കമന്റുകളിൽ വന്നതാണ്, ഇൻഡയറക്ട്ലി ആണ്, എന്നാലും ഞാൻ പറയണം, അഫ്വാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നീ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. എനിക്ക് വേണമെങ്കിൽ ധന്യയെ കൊല്ലാം, എന്നിട്ട് എനിക്ക് ഇറങ്ങി നടക്കാം. ചിലപ്പോൾ കുറച്ച് ദിവസം ഇതുപോലെ സ്റ്റേഷനിലൊക്കെ കിടക്കാം, പൊറാട്ട തിന്നാം, ഇറച്ചി കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. എനിക്ക് പുറത്തിറങ്ങി വരികയും ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ നിയമവ്യവസ്ഥ അഴിഞ്ഞു എന്നുള്ളത് നാട്ടുകാർക്കൊരു ഇതിപ്പോ ആളുകൾ എങ്ങനെ എടുത്താലും ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഈ പാതകം ചെയ്ത് ഇത്രയും ദിവസം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം ആകാൻ പോകുന്നു. ഇതുവരെ ഇത് കൃത്യമായി ഏതെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ ഗ്രീഷ്മയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഗ്രീഷ്മയൊക്കെ ഒരു ഷാരോൺ എന്ന് പറയുന്ന ഒരു 22 വയസ്സായ ഒരു യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അവളൊന്നും പുറത്തു വരാൻ പാടില്ല. എങ്കിൽ പോലും മാധ്യമങ്ങൾ അവളുടെ വീടിന് മുമ്പിൽ തമ്പടിച്ച് കിടപ്പായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, ഉറപ്പാണത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചിലർ പറയുന്നത് അഫാൻ എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പ്രശ്നം. ഇവിടെ അഫാൻ എന്നല്ല, അക്ബർ എന്നല്ല, പിന്നെ അനന്തു എന്നല്ല, ഇനി പിന്നെ ലൈല എന്നല്ല, ഇനി ഏത് പേര് കേട്ടാലും പേരിലല്ല, മതത്തിലല്ല, സമുദായത്തിലല്ല. ഇവിടെ മനുഷ്യനെ നിഷ്ഠൂരമായി കൊല്ലുന്നവനെ വെറുതെ വിടരുത്. അവൻ ജീവിതത്തിൽ ഒരിക്കലും പുറലോകം കാണരുത്. ഇനി ആരെയും കൊല്ലാനുള്ള പ്രചോദനം ഇവനിലൂടെ ആർക്കും ഉണ്ടാകരുത്. അത് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. ഷെമിയെ നന്നായി പോലീസ് ചോദ്യം ചെയ്താൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും.